ഇന്ന് പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 6 ലിവിങ് സേഫ്ലി. ദ ടീച്ചർ entered Kuttan's class with a new game. She and the students sang a song and danced together in tune. എന്താണ്, കുട്ടൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഒരു പുതിയ ഗെയിമുമായിട്ട് എത്തി. ടീച്ചറും കുട്ടികളും കൂടിയും പാട്ട് പാടി കളിക്കുകയാണ് അല്ലേ, ഒരുമിച്ച്. അവിടെ കണ്ട പിക്ചറിൽ അതല്ലേ കാണിച്ചിരിക്കുന്നത്. എന്താണ് സോങ് നമുക്ക് നോക്കാം. When one finger shakes when it shakes itself, it lets dance, sing and play. When one finger, two fingers shake when they shake themselves, let's dance, sing and play. Shall we also sing and play this game, adding more lines to the song? ഈ പാട്ടിൽ കൂടുതൽ ലൈൻസ് ആഡ് ചെയ്തിട്ട് നമുക്കും ഇതുപോലെ പാട്ട് പാടി കളിച്ചാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ഗെയിംസ് ദാറ്റ് യു പ്ലേ ഇൻ ഗ്രൂപ്പ്സ്? നിങ്ങൾ കൂട്ടമായി കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. ഏതൊക്കെ കളികളാണ്? ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു കളി അല്ലേ. ദെൻ പിന്നെ ഏതൊക്കെ കളികളാണ്? ക്രിക്കറ്റ്, ഫുട്ബോള്, കുളം കര, ഗോളിക്കളി, കബഡി, ഹോക്കി, ഇതൊക്കെ ഗ്രൂപ്പായി കളിക്കുന്ന കളികളാണ് അല്ലേ. ഡു യു നോ ദ ഗെയിംസ് ഷോൺ എബവ്? മുകളിൽ കുറച്ച് കളികൾ കാണിച്ചിട്ടില്ലേ, അത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഏതൊക്കെ കളികളാ? ഗോളിക്കളി ഉണ്ട്, ദെൻ കുളം കര, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ആണ് അല്ലേ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെന്റ്? ഈ ശരീരം ഇളക്കിയിട്ട് കളിക്കുന്ന കളികളില്ലേ, ഓടിക്കളി, ക്രിക്കറ്റ്, ഫുട്ബോള്, കബഡിക്കളി, ഇതൊക്കെ ശരീരം നന്നായി ഇളകിയിട്ട് കളിക്കുന്ന കളികളാണ് അല്ലേ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പോയിന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്, എന്താണ് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഗുണങ്ങൾ? നമ്മളിങ്ങനെ ഓടിയും ചാടി കളിക്കുന്ന കളികളിൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഹെൽപ്സ് ഇൻ ബ്ലഡ് സർക്കുലേഷൻ, വേറൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. രക്തോട്ടത്തിന് സഹായിക്കുന്നു എന്ന് പറയാം. ദെൻ ഇൻക്രീസസ് ബോഡി എനർജി, ശരീര ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദെൻ മെയിൻറ്റെയിൻ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ദെൻ ഗെറ്റ്സ് ഫ്രഷ് മൈൻഡ്, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ സഹായിക്കുന്നു അല്ലെ. ഇതൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് പറയാം കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ. വാട്ട് ആർ ദ അതർ തിങ്സ് ദാറ്റ് ഹെൽപ്പ് us മെയിൻറ്റെയിൻ അവർ ഹെൽത്ത്? നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, സഫിഷ്യന്റ് സ്ലീപ്പ്. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങള്. സഫിഷ്യന്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മതിയായ ഉറക്കം. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സസൈസ് റെഗുലർലി അല്ലെ, വ്യായാമം ചെയ്യുക. അടുത്ത് നമുക്ക് പേഴ്സണൽ ഹൈജീൻ ഒരു പോയിന്റ് ആയിട്ട് പറയാം അല്ലെ, വ്യക്തി ശുചിത്വം. ദെൻ അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ്, ചീത്ത ശീലങ്ങൾ ഒഴിവാക്കുക, അതായത് ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക, ഡ്രഗ്സ് യൂസ് ചെയ്യാതിരിക്കുക, സ്മോക്കിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് അല്ലേ വേണ്ടത്. ഇനി നോക്കൂ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്? ഏതൊക്കെയാണ് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സെറിയൽസ്, പൾസസ്, ട്യൂബേഴ്സ്, മിൽക്ക്, മീറ്റ് എക്സെട്ര ഇൻ അവർ ഡയറ്റ് അല്ലെ. നമ്മളുടെ ഭക്ഷണക്രമത്തിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തുക. ഡോണ്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക. ദെൻ ചൂ ഫുഡ് പ്രോപ്പർലി, നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. ഈറ്റ് ഹോം കുക്ക്ഡ് മീൽസ്, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ധാരാളം വെള്ളം കുടിക്കുക. റെഡ്യൂസ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, പുറത്തെടുത്ത ഫുഡ് ഐറ്റംസ് കുറയ്ക്കുക. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു സ്ലീപ്പ് ഹാബിറ്റ്സ് എഫക്ട് അവർ ഹെൽത്ത്? നമ്മളുടെ ആരോഗ്യത്തിനെ എങ്ങനെയാണ് ഉറക്കശീലങ്ങൾ ബാധിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ കണ്ടു, നമ്മളുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് സഫിഷ്യന്റ് സ്ലീപ്പ് അത്യാവശ്യമാണെന്ന് കണ്ടിരുന്നു അല്ലേ. ഈ ഉറക്കശീലങ്ങൾ എങ്ങനെയാണ് ആരോഗ്യത്തെ ബാധിക്കുക നമുക്ക് നോക്കാം. ഗുഡ് ആൻഡ് സൗണ്ട് സ്ലീപ്പ് ഗിവ്സ് us എനർജി ടു ഡു വർക്ക്. നല്ല ഉറക്കം നമുക്ക് ജോലികൾ ചെയ്യാനുള്ള ഊർജ്ജം തരുന്നു. ദെൻ ഫീൽ ഫ്രഷ്നെസ്, നമുക്കൊരു ഉണർവ് കിട്ടുന്നു അല്ലേ. നമ്മൾ നന്നായി ഉറങ്ങി നീക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നുമല്ലോ. അതല്ല, ഉറക്കമൊന്നും നേരവണ്ണം മതിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടയേർഡ്നെസ് ഒക്കെ തോന്നും അല്ലേ. ദെൻ മേക്സ് യു ഹാപ്പി, നമ്മളെ സന്തോഷവാന്മാരാക്കുന്നു. ഹെൽപ്സ് us മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. റെഡ്യൂസസ് ചാൻസസ് ഓഫ് ഇൽനെസ്, അതായത് അസുഖങ്ങൾ വരാനുള്ള അവസരങ്ങൾ കുറയ്ക്കുന്നു അല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഹെൽത്തിനെ ഈ സ്ലീപ്പ് ഹാബിറ്റ്സ് എഫക്ട് ചെയ്യുന്നത്. വെൻ ഷുഡ് വി ഗോ ടു ബെഡ്? എപ്പോഴാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്
പോകേണ്ടത്? ഹൗ ലോങ് ഷുഡ് വി സ്ലീപ്പ്? എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങണം? ഇഫ് വി ഡോണ്ട് പ്രാക്ടീസ് ഗുഡ് സ്ലീപ്പ് ഹാബിറ്റ്സ് വാട്ട് ഹെൽത്ത് പ്രോബ്ലംസ് വിൽ വി ഫേസ്? നല്ല ഉറക്കശീലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ വെൻ ഷുഡ് വി ഗോ ടു ബെഡ്? എപ്പോഴാണ് നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത്? വി ഷുഡ് ഗോ ടു ബെഡ് ഇയർലി അറൌണ്ട് 9 PM to 10 PM. 9 PMന്റെയും 10 PMന്റെയും ഉള്ളിൽ നമ്മൾ പോകണം കേട്ടോ. ദെൻ ഹൗ ലോങ് ഷുഡ് വി സ്ലീപ്പ്? എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങണം? അത് ഓരോ ഏജ് അനുസരിച്ചാണ്. ചിൽഡ്രൻ ആണെങ്കിൽ, അതായത് 6 to 12 years ആണെങ്കിൽ 9 to 12 hours ഉറങ്ങണം. ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ 13 to 18 years ഉള്ള പ്രായമുള്ളവർ കേട്ടോ, അവർ 8 to 10 hours ഉറങ്ങണം. ദെൻ അഡൽട്സ് ആണെങ്കിൽ, അഡൽട്സ് എന്ന് പറയുമ്പോൾ 18 above ഉള്ള ആൾക്കാരൊക്കെ അഡൽട്സ് എന്നാ പറയുക, 7 to 9 hours എങ്കിലും ഉറങ്ങണം കേട്ടോ. ഗുഡ് സ്ലീപ്പ് ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ കണ്ടു, ഗുഡ് ആൻഡ് സൗണ്ട് സ്ലീപ്പ് നമുക്ക് നമ്മളെന്നെ എങ്ങനെയൊക്കെ സഹായിക്കുക എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഹെൽപ്സ് us to give energy to do work എന്ന് കണ്ടു, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് എന്നൊക്കെ കണ്ടില്ലേ. അപ്പൊ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക അല്ലേ. ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എന്നൊക്കെ കണ്ടു. അപ്പൊ ഇവിടെയാണെങ്കിൽ എന്താണ്, നേരവണ്ണമുള്ള ഉറക്കശീലം ഇല്ലായെങ്കിൽ നമുക്ക് ടയേർഡ്നെസ് ഫീൽ ചെയ്യും. വി ഫീൽ ടയേർഡ്നെസ്. ദെൻ നമുക്ക് പറയാം എന്താണ്, വി വിൽ നോട്ട് ഫീൽ ഹാപ്പി. ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൽനെസ്, അതായത് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ പ്രോബ്ലംസ്. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ആക്റ്റീവ് ഗ്രൂപ്പ് ഗെയിംസ് ആൻഡ് സഫീഷ്യന്റ് സ്ലീപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് അവർ ബോഡി ആൻഡ് മൈൻഡ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ്. ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ്, കാലാവസ്ഥയും വസ്ത്രങ്ങളും. ദ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് സം ബുക്സ് ടു ദ സ്റ്റുഡൻസ് ഫ്രം ദ സ്കൂൾ ലൈബ്രറി. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ കവർ ഓഫ് ദ ബുക്ക് ദാറ്റ് കുട്ടൻ ഗോട്ട്. ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്കുകൾ വിതരണം ചെയ്തു. കുട്ടന് കിട്ടിയ പുസ്തകത്തിലെ കവറിലെ അതിലെ ചിത്രം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ക്ലോത്ത്സ് worn by the child in the picture? What is the reason for wearing such clothes? Are all fabrics same? ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് പ്രത്യേകത? The boy is wearing woolen clothes ആണ് അല്ലേ. ആ കുട്ടി ധരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഡ്രസ്സുകളാണ് അല്ലേ. What is the reason for wearing such clothes? ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. People living in cold countries wear woolen clothes. അതായത് തണുപ്പ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ woolen clothes ആണ് വെയർ ചെയ്യുക അല്ലേ. എന്താണ് കാര്യം? These clothes keep their body warm and protect from cold. ശരീരം ചൂടാക്കുകയും അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു അല്ലേ. അതുകൊണ്ടാണ് ഇതുപോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ആർ ഓൾ ഫാബ്രിക്സ് സെയിം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ തുണിത്തരങ്ങളും ഒരുപോലെയാണോ എന്നാണ്. അല്ലല്ലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട് അല്ലേ. അത് നമുക്ക് നോക്കാം കേട്ടോ. ഹൗ മെനി കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് ഡു യു നോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് തുണിത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കേട്ടോ. കോട്ടൺ, പോളിസ്റ്റർ, പിന്നെ ഏതൊക്കെ അറിയാം? സിൽക്ക് അല്ലെ, ദെൻ വുളൻ, ലിനൻ, നൈലോൺ, ഇതൊക്കെയാണ് അല്ലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ്. വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ദ ക്ലോത്ത്സ് ദാറ്റ് വി വിയർ ഡ്യൂറിംഗ് സമ്മർ ഹാവ്? ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയായിരിക്കും? ചൂടുകാലത്താകുമ്പോൾ നല്ലതായിട്ട് നമ്മൾ വിയർക്കും അല്ലേ. അതുകൊണ്ട് ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. ഈർപ്പം വലിച്ചെടുക്കുന്ന രീതിയിലായിരിക്കണം അല്ലെ, എളുപ്പത്തിൽ ഈർപ്പം വലിച്ചെടുക്കുന്നതായിരിക്കണം. ദെൻ there should be interview gap to ensure flow of air. വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കണം. അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, they should be light colored, അതായത് ഇളം നിറത്തിലുള്ള ഡ്രസ്സുകളായിരിക്കണം. then they should be light weighted, കനം കുറഞ്ഞ ഡ്രസ്സുകളായിരിക്കണം. ഇതൊക്കെയാണ് നമ്മളെ സമ്മർ സീസണിൽ നമ്മൾ വെയർ ചെയ്യേണ്ട ഡ്രസ്സുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? which type of clothes have these features the most? cotton clothes or polyester clothes? ഈ സവിശേഷതകളുള്ള ക്ലോത്ത്സ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ്? അത് കോട്ടൺ ക്ലോത്ത്സ് ആണോ പോളിസ്റ്റർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. ടേക്ക് എ പീസ് ഓഫ് കോട്ടൺ ആൻഡ് പോളിസ്റ്റർ ഫാബ്രിക് ഓഫ് ഈക്വൽ സൈസ്. കോട്ടന്റെയും പോളിസ്റ്ററിന്റെയും തുണി കഷ്ണങ്ങൾ ഒരേ അളവിൽ എടുക്കുക. ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 2 glasses ആൻഡ് ഡിപ്പ് ഈച്ച് ക്ലോത്ത് പീസ് കംപ്ലീറ്റ്ലി ഇൻ ദ വാട്ടർ. 2 ഗ്ലാസുകളിൽ ഒരേ അളവിൽ വെള്ളം എടുത്തിട്ട് ഈ തുണി കഷ്ണങ്ങൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കുക. ടേക്ക് ദം ഔട്ട് ആഫ്റ്റർ 1 minute. 1 മിനിറ്റിന് ശേഷം അത് പുറത്തേക്ക് എടുക്കുക. ഒബ്സർവ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ഈച്ച് ഗ്ലാസ്. ഓരോ ഗ്ലാസിന്റെയും വെള്ളത്തിന്റെ അളവ് നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? ഡിസ്കസ് ദ റീസൺ. നിങ്ങൾ എന്താണ് കണ്ടെത്തുക, ആ റീസൺ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വി വിൽ ഫൈൻഡ് ദാറ്റ് കോട്ടൺ അബ്സോർബ്സ് മോർ വാട്ടർ ദാൻ പോളിസ്റ്റർ.
പോളിസ്റ്ററിനെക്കാട്ടിലും കോട്ടൺ വെള്ളം കൂടുതലായിട്ട് വലിച്ചെടുത്തതായിട്ട് കാണാം കേട്ടോ. ദിസ് ഈസ് ബിക്കോസ് കോട്ടൺ ഈസ് എ നാച്ചുറൽ ഫൈബർ വെറസ് പോളിസ്റ്റർ ഈസ് എ സിന്തറ്റിക് ഫൈബർ. കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ നാരുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. സിന്തറ്റിക് ഫൈബർ എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിത നാരുകളാണ് കേട്ടോ. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ദ റെയിനി സീസൺ? മഴക്കാലത്ത് ഏതുതരം വസ്ത്രങ്ങളാണ് അനുയോജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ക്ലോത്ത്സ് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി, വേഗം ഉണങ്ങി കിട്ടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് സ്യൂട്ടബിൾ എന്ന് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോളിസ്റ്റർ ക്ലോത്ത്സ് ആണ് എന്താണ് റെയിനി സീസണിൽ നല്ലത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ എക്സ്പെരിമെന്റിൽ കോട്ടണും പോളിസ്റ്ററും വെച്ച് നോക്കിയപ്പോൾ കോട്ടണിൽ പെട്ടെന്ന് വെള്ളം നിറയെ അബ്സോർബ് ചെയ്യൂ അല്ലേ, പോളിസ്റ്റർ ലെസ് ആയിട്ട് കുറച്ച് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാവുന്ന രീതിയിലുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ പോളിസ്റ്റർ ആണല്ലോ. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ലൈറ്റ് വെയ്റ്റഡ് ഡ്രസ്സ്, അതായത് വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സുകളായിരിക്കും നല്ലത്. പോളിസ്റ്റർ ഡ്രസ്സുകളൊക്കെ ലൈറ്റ് വെയ്റ്റഡ് ഡ്രസ്സ് ആയിരിക്കുമല്ലോ. അടുത്തത് നമുക്ക് പറയാം വാട്ടർ റെസിസ്റ്റന്റ് ക്ലോത്ത്സ്, അതായത് ജലത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ വെള്ളം അങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാത്ത രീതിയിലുള്ള ക്ലോത്ത്സ് കേട്ടോ, അതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ. അടുത്തത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഷീപ്പ് ആൻഡ് ദ പോളാർ ബിയർ ദാറ്റ് ലിവ് ഇൻ കോൾഡർ ക്ലൈമറ്റ്സ് ഹാവ് എ തിക്ക് കോട്ട് ഓഫ് ഫർ ദാറ്റ് ഹെൽപ്സ് ദം സർവൈവ് ദ കോൾഡ്. തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട്, ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള കട്ടിയുള്ള രോമാവരണമാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫോർ പെൻഗ്വിൻസ് ദെയർ ഫെദേഴ്സ് പ്രൊട്ടക്ട് ദം ഫ്രം ദ കോൾഡ്. പെൻഗ്വിനുകൾക്ക് അവരുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ദ ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ ദ സ്കിൻ ഓഫ് ക്രീച്ചേഴ്സ് ഫൗണ്ട് ഇൻ സച്ച് ഏരിയ ആൾസോ പ്രൊട്ടക്ട്സ് ദം ഫ്രം ദ കോൾഡ്. ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവികളുടെ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിന്റെ പാളിയും അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.